ഹലോ അബി അയ്യോ എവിടാ? ഹലോ ഹബീബേ, കേക്കാല്ലേ? പണി കഴിഞ്ഞ് വരാനുണ്ട്, കേക്കണ്ടേ? അയ്യോ എവിടെ എത്തി? ഞാൻ താഴത്തുണ്ടോ? എന്നാ ഞാൻ മുകളിലിരിക്കുന്നുണ്ട്. അതെ, അത് കേറിക്കോ. വായോ. ആയത്തൊന്നുമില്ല, കുറച്ചേ പൈസ കൊടുക്കണ്ടേ കടയില്. അപ്പൊ അത് കൊടുത്തിട്ട് പണി കഴിഞ്ഞ അന്നത്തെ? അന്നത്തെ കഴിഞ്ഞ്. എന്താണ് പരിപാടി? എന്താ, ഞാൻ എന്നൊന്ന് കാണാൻ നിൽക്കുന്നു. എന്തായിരുന്നു? ഒന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നം? കടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ? കടയില് വിഷയമൊന്നുമില്ല, മൂപ്പര് വൈകുന്നേരം കറക്റ്റ് പൈസയും കാര്യങ്ങളൊക്കെ തരും. പിന്നെന്താ പ്രശ്നം? എന്താ വെച്ചപ്പോ എന്താ എന്നോട് പറയാ? എന്താ പ്രശ്നം പറഞ്ഞാലേ ഇപ്പൊ അറിയുള്ളൂ. വീട്ടില് ഓളൊക്കെ നമ്മളെ പറ്റുന്നില്ല. അതന്നെ. ആർക്ക്? എന്റെ ഭാര്യക്ക? അല്ലാതെ വേറെ ആർക്കപ്പോ? വേറെ ആരുമില്ല. എന്താണ് ഇപ്പോൾ പറ്റാത്ത? ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലാവാനായി, ഇനിയിപ്പോ എന്താണ് പറ്റാത്തത്? പറ്റാത്തത് എന്താ? നമ്മളെ എനിക്ക് ഈ ഒരു പണിയല്ലേ അറിയുള്ളൂ. എന്നാ ഞാൻ വേറെ പണി പഠിച്ചിട്ടില്ലല്ലോ. അപ്പായിട്ട് തന്നെ പണിയെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ തന്നെ പണിയെടുക്കും. പണിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? പണിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കാശുണ്ട്, ഒക്കെ ഉണ്ട്. ഓൾക്ക് ഇതിന്റെ മണം പറ്റുന്നില്ല. എന്തിന്റെ? ഞാൻ ഈ പണിയായിട്ട് ചോര ചെയ്തതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതല്ലേ. കുളി ഉണ്ട്, കുളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇതിന്റെ മണം ചിലപ്പം പോകൂല. കാരണം നമ്മള് രാവിലെ നിന്ന് ഒരു നൃത്തം നിന്ന് ഈ പണി തന്നെയല്ലേ. ഇറച്ചി കിട്ടുക, അത് പറ്റുക, ആ മണം ഇനിയിപ്പോ എത്ര കുളിച്ചാലും പോവില്ല. ഞാൻ ഇപ്പൊ ഇതിനിപ്പോ എന്താ പറയാ, ഈ ഇറച്ചി വെട്ടിപ്പോ ഒരു മോശം പണിയൊന്നുമല്ല. പിന്നിപ്പോ പണിയെടുക്കുന്ന ആൾക്കാർ വേർക്കും മാറും, ചിലപ്പോ കോഴിയുടെ ബ്ലഡും അതും ഇതൊക്കെ ഉണ്ടാവും. ഈ കോഴി തിന്നണവർക്ക് ഇപ്പൊ ഇത് കോഴിയുടെ എന്താ ഞാൻ പറയല്ലേ. അതാണ് ഞാൻ കൊണ്ടുവന്ന കോഴികൾക്ക് കുഴപ്പമില്ല, അത് എത്ര വേണമെങ്കിലും കൊണ്ടെടുത്തോളം തിന്നും. അതിന്റെ മണം പറ്റൂല. മണം പറ്റാത്ത ഇന്റെ വേഗത്തു നിന്നുള്ള മണം പറ്റൂല, അതാ പ്രശ്നം. എന്താ ചെയ്യ? ഇതിപ്പോഴേ ഈ ഇറച്ചിയുടെ പണിയായാലും മീൻ പണിയായാലും ചില്ലറ മണവും സംഭവമൊക്കെ ഉണ്ടാവും. അത് നന്നായി കുളിച്ച് ഒന്ന് സ്പ്രേ അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാരും ചെയ്യണതന്നെയല്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ ഇപ്പൊ അയച്ചിട്ട് ഇറച്ചിപ്പണി ചെയ്യാത്ത ആൾക്കാരുണ്ടാ? അല്ല, ഇതിപ്പോ ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ ഇതൊക്കെ തന്നെ ഞാൻ ചെയ്യാല്. ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ കൂട്ടത്തില് ചിലപ്പം അത്ര ടയർഡായിട്ടുണ്ടാവും, വയ്യാണ്ടായിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ കുളിക്കൂല, ഒന്ന് കയ്യും കാലും കഴിക്കിട്ട് ചിലപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം മേത്ത് കൂടെ പറഞ്ഞത് ഒരു കിടത്തണ്ട് കിടക്കും. അല്ലാതെ വേറെന്താ പ്രശ്നം? വേറെ ഇപ്പൊ എന്താ വെച്ചാൽ ഓള് എന്റെ അടുത്ത് കിടക്കില്ല. എന്താ എന്നെ ഭംഗി പോരാ? അതാ അങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ ഉണ്ടാവും. അതിലപ്പുറം ഒരു കാരണം പറയണത് ഈ മണാണ്. മണത്തിട്ട് വയ്യ, എപ്പോഴും ഇന്ന ഓരോന്ന് പറയാ, കുറ്റപ്പെടുത്തുക. ഞാൻ ആലോചിക്കണ അതല്ല, നിങ്ങള് പിന്നെ പ്രേമിച്ചിരുന്ന് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, അന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കൊടുന്ന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നപ്പോ തുടങ്ങിയപ്പോ ഈ വക പ്രശ്നങ്ങൾ, ഈ ഗ്ലാമർ പോരാ? അല്ല, ഒന്നാമത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനാന്റെ ഗ്ലാമറിനെ അനുസരിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കുറെ ഗ്ലാമർ കണ്ട് പ്രേമിച്ച് കുറച്ച് കൂടുതൽ ഗ്ലാമറുള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഓള് ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വരും. ചിലപ്പോ അത് വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ മാത്രമേ നല്ലപോലെ നിന്ന് പോകണം. ഞാൻ എന്നോട് അന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ. അത് ശരിയാണ്, പക്ഷെ ഓളെ എന്താ പറയാ. പിന്നെ ഇപ്പൊ നിങ്ങൾ 10 കൊല്ലായി, കുട്ടികളും ഇല്ല. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കുട്ടികളില്ലായിരുന്ന രണ്ടാളും രണ്ടിടത്ത് കിടന്ന കുട്ടികളുണ്ടാവോ? എന്തൊക്കെ ഞാൻ ഓളവിടെ കിടക്കുകയാണെങ്കിൽ ഞാൻ ആ ബെഡ്റൂമിൽ പോയി കിടന്ന ഓള് ഒരു പുൽപ്പായ എടുത്തിട്ട് താഴെ ഇറങ്ങി കിടക്കുക. ഇടത്തൊക്കെ ഒരു ആൾക്കാരോട് പറയാൻ തന്നെ എന്തൊക്കെ നിങ്ങൾ ഈ പറയണത്? അതുകൊണ്ട് തന്നെ ഞാനിതൊരു മനുഷ്യനെ അറിയാതെ ഇത്രയും കാലം കൊണ്ടുവരണം. ഇതിപ്പോഴേ സത്യത്തിൽ ഒരാളോട് പറയാൻ പറ്റാത്ത വിഷയമാണ്. കാരണം എന്താ വെച്ചാല് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കിടപ്പറ വിഷയം കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോ എല്ലാരോടും പറയാൻ പറ്റില്ല. എല്ലാരോടും പറയുന്നില്ലല്ലോ. എനിക്ക് വേറെ ഒരാളോട് പറയില്ല. കാരണം എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം മറച്ചേക്കില്ല. ഇത് മറച്ചു വെച്ചതെന്ന് വെച്ചാല് അത് അങ്ങനെ പറ്റിയതല്ല, ഞാൻ പറയാതിരുന്നതാ. ചെറുപ്പം മുതൽ നമ്മളൊരു പാത്രത്തിൽ കഴിച്ചിരുന്ന ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പലപ്പോഴും ഇത് സംസാരിക്കാത്ത എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നുള്ള കാര്യം എനിക്കറിയാം. ഇതിപ്പോ എന്നോടല്ല, അത് വേറെ അവിടേക്ക് പറയാനും ബേജാറാവണ്ട. അതിപ്പോ എന്താ സംഭവിച്ചാലേ, ഓർക്കിപ്പോ ഇറച്ചിപ്പണിക്കാരനാണ്, അത് പറ്റണില്ല.
പിന്നെ ഗ്ലാമർ പോരാ, ഇജ്ജ് കുറച്ച് കറുത്തിട്ടല്ലേ, കാരണം മനുഷ്യന്മാര് കറുത്തിട്ടും വെളുത്തിട്ടൊക്കെ തന്നെയല്ലേ. അപ്പൊ അത് ഓൾക്ക് പറ്റണില്ല. ഓളാണെങ്കിൽ ഇപ്പൊ നല്ല തടിച്ച് വെളുത്ത് സുന്ദരിയാണ്. നിന്റെ പൈസ തിന്നല്ലേ തിന്നാണൊക്കെ പറയില്ല, അതല്ല കണക്കിന്റെ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഒരു സ്വാഭാവികമായിട്ട് ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യതില്? ഈ എന്താ എന്നോട് ഞാൻ എന്താ പറയാ, എനിക്ക് എന്തായാലും വയ്യാന്ന് സഹിക്കണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ നേരം വെളുത്ത പഠിക്കണു, വൈകുന്നേരം ആകുമ്പോ വരുന്നു, ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകണമെന്നല്ലാതെ ഞാൻ എനിക്ക് വയ്യട്ടോ. ഈ ബേജാറല്ലേ, ഞാൻ ഓളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇതൊന്ന് സംസാരിച്ചു നോക്ക്. ഓളെ നമ്പറിന്റെ കയ്യിലില്ലേ? ഞാൻ പറഞ്ഞു എന്റെ ആദ്യത്തെ നമ്പർ അല്ലേ? അതെ ആ നമ്പറിനല്ലേ? ആ നമ്പറിന്റെ പഴയ നമ്പർ. ലാസ്റ്റ് 31 വരുന്നല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓളെ വിളിച്ച് സംസാരിക്കാം. ഈ ബേജാറാവണ്ട, ഞാനായിട്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതായിട്ടൊന്നും പറയണ്ട. അല്ലേ, പറഞ്ഞായിട്ട് പറയണമെന്നില്ല, അത് ഞാനൊന്ന് വിളിക്കാം ഓളേനെ. അങ്ങനെ പറ്റില്ലല്ലോ, ജീവിതം മുന്നോട്ട് പോകണ്ടല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഇജ്ജ് നടന്നോ, ഞാൻ ഇജ്ജ് ബേജാറാവണ്ട, ഞാൻ ഓളേനെ വിളിച്ച് സംസാരിക്കാം. ഞാൻ വരില്ല, ബക്കറുണ്ട് വരാ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ എന്നാ വിട്ടോ, വിട്ടോ. ഹലോ, പിന്നെ പൈസൽ വന്നിരുന്നുണ്ട് എൻ്റെ അടുത്ത്. ഈ എവിടെ, വീട്ടിലാ? ഓനെന്തേലും, നിങ്ങൾ തമ്മിൽ എന്തേലും വിഷയം ഉണ്ടോ? അല്ല, ഓനെന്തോ ആ കൂടി ഒരു മൂഡ് ഓഫ് കണ്ടേ, അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നാലും എന്താ പോന് ശരികേടെന്താ? ഏടോ, ഓൻ്റെ പണി കോഴിവെട്ടല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് കോഴിയുടെ മണം ഉണ്ടാവും, ഇറച്ചി മണം ഉണ്ടാവും. പിന്നെ ഇപ്പം എന്തപ്പോൾ ഉണ്ട്? ഞാൻ ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് ചോദിക്കണോണ്ടൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ രണ്ടാളും രണ്ട് ഭാഗത്ത് കിടന്ന് ഉറങ്ങുക, രണ്ടാളും തമ്മിൽ ഇതിലെ പ്രേമിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അടിയും ചക്കരയായിരുന്നു. ഇപ്പം നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പമില്ല. ഒരു പായ ഇട്ടിട്ട് താഴ്ത്ത് കിടക്കുക, അല്ലാതെ ഈ മുകളിൽ കിടക്കുക, രണ്ടാളും അപ്പുറം ഇപ്പുറവും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ 10 കൊല്ലമാവാനായി, ഒരു കുട്ടിയില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളുണ്ടാവുക? എങ്ങനെ ജീവിതം മുന്നോട്ട്? ഈ ഒരു കാര്യം ചെയ്യും. അതെ, പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടുണ്ട് വിളിക്കാം. അതുകൊണ്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഞാൻ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഒരു ദിവസം വിളിക്കാം. എന്നിട്ട് ഞാൻ ഒരു ദിവസം വരും ചെയ്യാം. അപ്പം എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. കുഴപ്പമില്ലല്ലോ? എന്നാൽ വെച്ചോ, ശരി. പിന്നെ നിങ്ങളുടെ കൈക്ക് കേടൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ പോയി എടുത്തോ. പിന്നെ മല മറിച്ചിട്ടല്ലേ വരുന്നത്, ആ കോഴിക്കടയിൽ ഇരുന്നിട്ടൊക്കെ ഇരിക്കണേ. നേരം വെളുക്കുമ്പോ നിക്കാൻ തുടങ്ങിയതാണ്, കാലിന്റെ മുട്ടിനൊക്കെ തീരെ വയ്യാണ്ടായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോ നിങ്ങൾ ആ കോഴിപ്പീടി നിൽക്കുക, നിങ്ങൾ മാറിയിട്ട് നിക്കാൻ വയ്യക്ക്. പിന്നെ കോഴിക്കടയിൽ വേറെ എന്ത് മണം ഉണ്ടാവുക? ഒന്ന് കുളിച്ചു വന്നൂടെ? മോശം, ഭയങ്കര മാറ്റം. ശരം കിടക്കാം, എന്നിട്ട് കുളിക്കാം. കിടക്കലും കഴിഞ്ഞോ?
കുളിക്കാന്ന് പറഞ്ഞ ആളാ. എങ്ങനെ ഒന്ന് അടുത്ത് കിടക്കുക മാറിയിട്ട് എന്നും ഇങ്ങനെ തന്നെ കുളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഉറങ്ങിപ്പോവും. മക്കള് പോലും ചത്ത് വീർത്തുന്നല്ല ഈ കത്ത് വെക്കും. മാറിയിട്ട് അടുത്ത പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. റഷീദൊക്കെയാണല്ലേ വിളിക്കണത്? ഹലോ, മനസ്സിലായിക്കാ. ഞാൻ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നാളെ വിളിച്ചപ്പോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇല്ല, മൂപ്പര് അതിന് സുബി വാങ്ങിക്കൊടുത്ത അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ. ആ കോഴിപ്പീടി ഉണ്ടാവും, അല്ലാണ്ട് അവിടെ. ഞാൻ എന്ത് പറയാനാ, നമുക്ക് ഓരോ സ്വഭാവം അറിയണതല്ലേ. ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്നുണ്ടോ ഒന്നും മൂപ്പരാളെ കൊണ്ടില്ല. എന്തെങ്കിലും ഈ പറഞ്ഞത്, ഒരു പെണ്ണിന് ചോറും കൂട്ടാനും വെക്കാനുള്ളത് മാത്രം കൊണ്ടുവന്നാ മതിയാ? കല്യാണം കഴിഞ്ഞിട്ട് 1-2 കൊല്ലല്ല, 10 കൊല്ലായി. ഈ 10 കൊല്ലത്തിലുള്ള എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? കൊറേ വെച്ചുണ്ടാക്കാൻ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഇല്ല, നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങളെന്താണ് പൊന്നു റഷീദക്ക, നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയാ, ആ ചെങ്ങനെ തൊട്ടാൻ പോലും കറുപ്പാ. മാറിയിട്ട് കോയിന്റെ ചോരയുടെ മണവും. നേരം പോലെ കുളിക്കൂല, ഒരാഴ്ച കൂടുമ്പോഴേക്ക് കുളിക്കുക. എല്ലാ ആണുങ്ങളും രാവിലെ പണിക്കുമ്പോഴും കുളിക്കും, പണി വിട്ട് വരുമ്പോഴും കുളിക്കും. ഇതങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നല്ല, എനിക്കറിയണ പോലെ ഓനെ നിങ്ങൾക്ക് അറിയില്ല, അതാണ് സത്യം. ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥക്കല്ലേ അറിയുള്ളൂ. മൂപ്പരാള് കുളിക്കാറില്ല, അത് സത്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യം അത് നടന്നിട്ട് കാലങ്ങളായിക്കണം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ അതൊക്കെ നിർത്തിക്കണം. എനിക്ക് അറപ്പാണ് അതിന്. എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് പറയാനാ, എനിക്കൊന്ന് പോയാ മതി അതിന്റെ വീട്ടിക്ക്. ഞാൻ പിന്നെ എന്റെ വീട്ടിൽ ആരും വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിക്കണത്. അതിപ്പോ എന്തിനാണ് നിങ്ങൾ വിളിക്കുമ്പോ മൂപ്പരാൾക്ക് സംശയം തോന്നുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാനോ എന്നോട് ആര് സംസാരിക്കാനാ? വിളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ആ വിളിച്ചോളി, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ആ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? പിന്നെ വേറെന്താ? ആ ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആക്കെ ആലോചിക്കാണ്ട്, എനിക്ക് ആലോചിക്കാനേ. എന്നാ ശരി, എന്നാ ഇഷ്ടക്കുറവൊന്നുമില്ല നിങ്ങളോട്. ശരി, എന്നാ ശരി, എന്നാ ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട്. ശരി, ഞങ്ങള് പറഞ്ഞു കാട് കയറി പോവുണ്ട്. ഇഷ്ടമായൊന്നുമില്ല, എന്നാലും എന്നാ ശരി, എന്നാ ശരി.
ഹലോ, അതെ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. ആ സുമിയല്ലേ? ഞാനാടോ. എന്താ രാവിലെ വിളിയൊന്നും കണ്ടില്ല? ഫൈസൽ ഉണ്ടോ അവിടെ? നീ എന്താ ചെയ്യണ്? നമുക്ക് ഏത് നേരത്തും കിടപ്പന്നെയാണല്ലോ പണി. കുട്ടികളും മക്കളും മാത്രല്ല, ഭർത്താവ് ഉണ്ടായാലും ഇപ്പോ കിടത്തം തന്നെയാണല്ലോ തനിച്ച്. പിന്നെ ഞാനൊന്ന് പറഞ്ഞിരുന്നില്ല ഏത് ദിവസം വരാ ഫൈസലില്ലാത്തന്ന്. ഓന് കല്യാണപ്പണിയുള്ള ഏതെങ്കിലും ദിവസം ഉണ്ടാവും. മിക്ക ദിവസം ഉണ്ടാവലുണ്ട്. ഇപ്പൊ ഈ സീസൺ കുറച്ച് ഡള്ളായതുകൊണ്ടേ ഇപ്പോ ഓന് കല്യാണപ്പണിയുള്ള ദിവസം പോയി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ പുലർച്ചെയൊക്കെ വരുള്ളൂ. ഇപ്പൊ അടുത്ത ദിവസം എന്തെങ്കിലും പണിയുണ്ടാ? നോക്ക് നാ ഡേറ്റ് നോക്കിയിട്ട് ഇരിക്കാണ്ട് വരാലോ ഇട്ടാ. വെറുതെ ഈ വിചാരിക്കണ മാതിരി ഒന്നും അല്ല ഞാൻ. പിന്നെ എന്താണ് ഇങ്ങനെ? ഞാൻ വരാം, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. അപ്പൊ ഒന്ന് റിലാക്സ് ആവും, കാര്യങ്ങൾക്കൊക്കെ ഒരു ഇത് വരും. ഡേറ്റ് പറയും. കണക്ക് അറിയിക്കന്നല്ലേ എഴുതിയേക്കല്ലോ അവന്റെ പണി. ഓന അറിയാലോ. ഞാൻ മറ്റന്നാ ബുധനാഴ്ച ഉണ്ട് വന്നാലോ? മറ്റന്നാ പണി ഉണ്ട്. ഞാനൊക്കെ ചോദിച്ചിരിക്കണം അവനോട്. കുറച്ചൊക്കെ കള്ളത്തരം വേണ്ടടോ, എന്നാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ആനക്കെന്താ ആനക്കള്ളന്മാരെ ഇഷ്ടല്ലേ? പിന്നെ അപ്പൊ ഉറപ്പ്, ഇനി ഇതിൽ മാറ്റില്ല. മറ്റന്നാ ബുധനാഴ്ച ഞാൻ എത്തും. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ ശരി. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, സെറ്റ്. അതെ, ഞാൻ വന്നിട്ട് 10-15 മിനിറ്റ് ആയി. ഇങ്ങനെ നോക്കിയിരിക്കാനാ പിന്നെ വിളിച്ചു വരുത്തിയതല്ല, ഞാനായിട്ട് ഒന്ന് വിളിച്ചൊരനുവാദം കിട്ടാൻ പെട്ട പാടിന്റെ പൊന്നോ. അതെ, ഇതങ്ങനെ ആപ്പ് പറഞ്ഞല്ല, ഇത് കുറച്ചും കാത്തിരിക്കൊക്കെ വേണം. അയ്യോ, ആപ്പയാണെന്ന് ഞാൻ പറഞ്ഞ അല്ല, അതാ ഞാനും പറഞ്ഞ. അല്ല, ആരെങ്കിലും വരും ഇവിടെ? ആരാ? അല്ലോ എന്തെങ്കിലും ആവശ്യത്തിന് കേറി വന്ന എന്ത് ചെയ്യും? ഇനി പോയാലും പണി കഴിഞ്ഞാലും നഷ്ടപ്പെടാം. ചുറ്റോർത്ത് കുറച്ച് CCTV കണ്ണും വെച്ചിട്ട് കുറെ ചങ്ങായിമാര് ഇരിക്കുന്നുണ്ട്. ഞങ്ങോട്ട് വരുമ്പോഴും ഉണ്ട് അവിടെ. എന്തേലും ആവട്ടെ. എന്താ എത്ര നോക്കിയിരുന്നാലും മതിയാവണില്ലേ? അതാണ് കാര്യം. കയ്യുമ്മലൊക്കെ നല്ല സ്വർണ്ണം ഉണ്ട് എന്തായാലും. ഞാൻ കൊടുക്കൂലൊന്നും. എന്നോട് ചോദിക്കൊക്കെ ചെയ്യും, ഞാൻ കൊടുക്കൂല. ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ എന്താ കല്യാണം കഴിക്കുന്നത്? ഇനിയിപ്പോ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അപ്പൊ ഇത്രയും കാലം കല്യാണം കഴിച്ചില്ല, അങ്ങനെയൊക്കെയാണ്ട് പോയി. ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെയാണ്ട് പോട്ടെ, രസല്ലേ, ഇതൊക്കെ തന്നെയല്ലേ. കല്യാണം കഴിച്ച നമ്മള് ഒരു ബാധ്യതയായി, പിന്നെ കാല് കെട്ടിയ മാതിരിയായി. കല്യാണം കഴിച്ചാൽ കാല് കെട്ടിന്നാ പറയാ. കുട്ടികളുണ്ടായ വായ കെട്ടി, ഇങ്ങനെ പറയാ. അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും നിക്കണ്ടല്ലോ. എൻജോയ്, ഫ്രീ ബാഡ്. ഞാൻ പറക്കണേന് ഒരു കുറവില്ല. ഞാൻ അസലായിട്ട് പറക്കുന്നുണ്ട്.
ഞാൻ ആദ്യം വിളിച്ചപ്പോഴേ നമുക്ക് തോന്നിയിരുന്ന ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്നു. ആദ്യം വിളിച്ചപ്പോ എന്തൊരു മാന്യനായിരുന്നു. ഇപ്പൊ ഞാൻ മാന്യനല്ലേ? മാന്യൻ ഈ ഇരിക്കണത്. എന്താണ് ഞാൻ മാന്യത കുറവ് കാണിച്ച്? ഞാൻ എല്ലാരോടും മാന്യായിട്ട് തന്നെ പെരുമാറുള്ളൂ. അതെ അതെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ബെഡ്റൂമിൽ ഇരിക്കണത് അതൊക്കെ അങ്ങനെ ആയി തീരണതാണ്. നമ്മളത് മനഃപൂർവ്വം എടുത്തതല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ? ചായ വെള്ളം എന്തെങ്കിലും വേണോ? എനിക്കിനി ഒന്നും വേണ്ട, വയറ് നിറഞ്ഞു. എന്തോ ഇവിടെ കുടിക്കാനുള്ളത്? മനുഷ്യനോട് എങ്ങനെ കഞ്ഞാളെങ്ങനെ പറ്റേ? ഇവളെ കാര്യം പോട്ടെ, അതൊന്നും എനിക്കറിയാം. പക്ഷെ നമ്മളെങ്ങനെ ഇരുന്നടാ? മോഹത്തിന് നോക്കടാ, നോക്ക്. എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. ഇതെല്ലാ സങ്കടക്കറിയില്ല. എന്തെങ്കിലും എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാ? ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ വിളിക്കില്ലടാ. പേരയിലെത്തിയാല് എവിടെ എത്തിയോന്ന് ഞാൻ വിളിക്കൂല. അവർക്ക് പൈസന്റെ കാര്യം വരുമ്പോ ചിന്നല്ലേ വിളിക്ക. എന്തിനാ ചിന്ന വിളിക്കാത്തത്? അന്നോട് കേൾക്കണ്ട, മോത്തക്ക് നോക്ക. എന്നിട്ട് മോത്ത് നോക്കാത്ത എങ്ങനെ തോന്നിയാണ് ആർക്കിന്നോട്? പ്രേമിച്ച് കേട്ടില്ലേ? അപ്പൊ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചെയ്ത് കൊടുക്കും. ഇത് മുന്നോട്ടുണ്ടായിരുന്ന ചെന്ന് കല്യാണത്തിന്റെ മുന്നേ പറഞ്ഞ് അത് വേണ്ടാന്ന് പറയാ. ഞാനെന്താ ചെയ്യേണ്ടത് കുറിച്ച് പറഞ്ഞു തരണം. പോവല്ലേ പോണ്? ഇത് പറഞ്ഞിട്ട് പോയാ മതിച്ച്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യണ്ടേന്ന്? ഞങ്ങള് പോലെ ഇപ്പൊ പോകുമ്പോഴും തരും. അപ്പോഴും ഞാൻ ഒറ്റക്ക. എനിക്കിത് വേറെ ആരോടും പറയാനില്ല. തന്നോടന്നെ ഇതും പറയാനുള്ളതാ. ആരോടാ ഞാൻ പറയാ? ഒരുപാട് ജീവിതങ്ങള് വെട്ടിയറിയണല്ലേ? അതിന്റെ ശിക്ഷയാവും. എന്റെ പണിയല്ലേ അത് പോയിടക്കും. എന്ത് കാര്യത്തിലാ ഞാനിത്? എത്ര പണിയായിരുന്നു. എന്റെ നിസ്കാരം കൊടുത്തിട്ടുണ്ടോ? ഒരാളോട് ഒരു ദ്രോഹത്തിന് പോലും ഒരു വാക്ക് പോലും. ഓടെന്തിനായിക്കോട്ടെ, പക്ഷേ സഹിക്കില്ല. വേറെ ആരും കൂടെ പോയിക്കോട്ടെ.